BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര അവയവക്കടത്ത് ലോബിയുടെ താവളവും കേന്ദ്രവുമായി കേരളം മാറുന്നു. സതുദ്ദേശത്തോടെ സർക്കാരുകൾ കൊണ്ടുവന്ന മെഡിക്കൽ ടൂറിസം അവയവക്കടത്തിനും അവയവ കച്ചവടത്തിനുമുള്ള മറയാക്കുന്നു എന്നാണ് ആരോപണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലെ ചില പ്രമുഖ ആശുപത്രികൾക്ക് ഇതുമായുള്ള ബന്ധം കണ്ടെത്തിക്കഴിഞ്ഞു. നിർണായക രേഖകൾ, ആസ്പത്രികൾ നിർമ്മിച്ച വ്യാജരേഖകൾ, ആശുപത്രികളിൽ നടത്തിയ നിയമവിരുദ്ധ അവയവദാനം, ശസ്ത്രക്രിയകളിൽ ദാതാക്കളുടെയും സ്വീകരിച്ചവരുടെയും വിവരങ്ങൾ, ഇതിലെ ചട്ടലംഘനം എന്നിവ സംബന്ധിച്ച രേഖകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ കണ്ടെത്തിയതായാണ് സൂചന. അവയവദാനം നിയന്ത്രിക്കുന്ന ജില്ലാതല സമിതികൾക്ക് സമർപ്പിച്ച രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലും കൃത്രിമം നടന്നതായാണ് സൂചന. അവയവദാന ഇടപാടുകളിൽ ബന്ധപ്പെട്ട വ്യക്തികളുടെയും ഇടനിലക്കാരുടെയും ബാങ്ക് ഇടപാട് രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പലരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള സാധ്യതയും കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചു വരുന്നു. ലഭിച്ച നിയമവിരുദ്ധ വരുമാനം സ്വത്തുക്കളാക്കി മാറ്റിയിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘം പരിഗണിക്കുന്നുണ്ട്. ഏജന്റുമാരുടെയും ഇടനിലക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള ഉത്തരവ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറപ്പെടുവിച്ചു. ഓരോ അവയവദാനത്തിലും നടന്ന പണമിടപാട്, തുക തുടങ്ങിയ എല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. കൊച്ചി ലേക്ക് ഷോർ, ആസ്റ്റർ മെഡിസിറ്റി, രാജഗിരി മെഡിക്കൽ ട്രസ്റ്റ് എന്നീ ആശുപത്രികളും കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും ഓരോ ആശുപത്രികളുമാണ് സംശയത്തിന്റെ നിഴലിൽ ഉള്ളത്. അവയവ കച്ചവടത്തിൽ ഇടനിലക്കാരായവരുടെ ഇടപാട് സംബന്ധിച്ച രേഖകളും ബാങ്ക് അക്കൗണ്ടുകളും കണ്ടെത്തിക്കഴിഞ്ഞു. കൊല്ലം പുളിയത്തുമുക്ക് ഖദീജ, സുധീർ എന്നിവരുടെ വീടടക്കം 9 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. അവയവ കച്ചവടത്തിന്റെ അഖില ഭാരത തലത്തിലുള്ള സൂത്രധാരൻ ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് താമസിക്കുന്ന നജീബാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നജീബ് കാസർഗോഡ് സ്വദേശിയാണെന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നു. കൊച്ചിയിലെ ആസ്പത്രികളിൽ നിന്നും നജീബിന്റെ അക്കൗണ്ടുകളിൽ നിന്ന് വൻതുക കമ്മീഷനായി എത്തിയതായി എൻഫോഴ്സ്മെന്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ പിടിയിലായ മുഹമ്മദ് നജീബിന്റെയും പങ്കാളി റഷീദയുടെയും ഉടമസ്ഥതയിലുള്ള കാസർകോട്ടെ കല്ലട്ര മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് കഴിഞ്ഞ 5 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. അവയവദാതാക്കൾക്ക് 3 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ നൽകിയ ശേഷം അവയവം സ്വീകരിക്കുന്നവരിൽ നിന്ന് 20 മുതൽ 35 ലക്ഷം വരെ ഇവർ വാങ്ങിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന സൂചന. കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പാവപ്പെട്ട ആൾക്കാരെയാണ് അവയവദാനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളതെന്നും സൂചനയുണ്ട്. പലരുടെയും ബന്ധം സംബന്ധിച്ച രേഖകളും ആസ്പത്രികൾ വ്യാജമായി നിർമ്മിച്ചതായി സൂചനയുണ്ട്. ചെന്നൈ, ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലും ഇത്തരം ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട് എന്നാണ് സൂചന. വിദേശത്തു നിന്നുള്ള രോഗികളെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ആസ്പത്രികളിൽ എത്തിച്ച് ഇവിടെ വച്ച് അവയവദാനം നടത്തിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആശുപത്രി ഉടമകളുടെ വൻ രാഷ്ട്രീയ സ്വാധീനം കാരണം പോലീസ് പോലും അന്വേഷണം നടത്തുന്നതിൽ വൈമുഖ്യം കാട്ടിയപ്പോഴാണ് പരാതികളിലെ സൂചന അനുസരിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് ഇറങ്ങിയതെന്ന് അറിയുന്നു. ഇതിനിടെ കേരളത്തിലെ പല പ്രമുഖ സ്വകാര്യ ആസ്പത്രികളിൽ നടക്കുന്ന മസ്തിഷ്ക മരണവും സംശയാസ്പദമാണെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. കൊല്ലത്തെ ഡോക്ടറായ എസ് ഗണപതി ഇത് സംബന്ധിച്ച് നൽകിയ ഹർജിയിൽ ലേക്ക് ഷോർ ആസ്പത്രിക്കെതിരെ കേസെടുത്തിരുന്നു. ചട്ടമനുസരിച്ചുള്ള അപ്നിയ ടെസ്റ്റ് നടത്താതെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും അവയവദാനം നടത്തുകയും ചെയ്തതായാണ് എസ് ഗണപതി ചൂണ്ടിക്കാട്ടിയത്. പലപ്പോഴും അവയവ കച്ചവടത്തിനായി വ്യാജ മസ്തിഷ്ക മരണങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്ന ആരോപണവും ശക്തമാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവും ഹിന്ദു ക്രിസ്ത്യൻ ആളുകളുടെ എണ്ണം കൂടിയതും സംശയാസ്പദമായി പുറത്തു വന്നിട്ടുണ്ട്. ഇസ്ലാം മത വിശ്വാസികൾ അവയവങ്ങൾ സ്വീകരിക്കുമെങ്കിലും അവയവദാനം ഒരിക്കലും നടത്താറില്ല. മതപരമായി വിലക്കുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആസ്പത്രികൾ ഹിന്ദു ക്രിസ്ത്യൻ രോഗികളുടെ മസ്തിഷ്ക മരണത്തിനാണ് ശ്രമിക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്.
സ്വകാര്യ ആസ്പത്രികളിലെ മസ്തിഷ്ക മരണം സംബന്ധിച്ച് കൂടുതൽ കടുത്ത നടപടികൾ കേന്ദ്ര തലത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. നന്ദി, നമസ്കാരം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.